10 വർഷമായി BJP സർക്കാർ വന്നിട്ട് BJP സർക്കാർ വന്നാൽ ഓരോ പൗരന്റെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കും എന്ന് മോദിജി പറഞ്ഞുവെന്ന് പ്രസ്താവിച്ചുവെന്ന്. പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് വളച്ചടിച്ച ഉള്ളൊരു വാക്കുകളാണ്. അതിന് ഞാൻ പറയാം, മോദി സർക്കാർ പറഞ്ഞിട്ടില്ല. 67 വർഷം ഭരിച്ച UP സർക്കാർ ഇവിടെ ഈ UPA സർക്കാർ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ 67 വർഷം ഇവിടെ UPA സർക്കാർ ഭരിച്ചു. ഈ 67 വർഷം ഭരിച്ച നമ്മുടെ ഈ മഹാരാജ്യത്തെ പൈസ കൊള്ളയടിച്ച് സമ്പാദിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ 135 കോടി ജനങ്ങളുടെ ഓരോ പൗരന്റെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചേനുമായിരുന്നാ പറഞ്ഞത്. നിങ്ങൾ വളച്ചടിച്ചു, കോൺഗ്രസ്സുകാരെ വളച്ചടിച്ചു. ഞാൻ അതിന് മറുപടി പറയാം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ചേച്ചി പറഞ്ഞോ, ചേച്ചി പറയും. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറയുന്നല്ലോ, നിങ്ങൾ ഇതുവരെ BJP അല്ലല്ലോ കേരളം ഭരിച്ചേ. കേരളം ഭരിച്ച BJP ആണോ? അല്ല. ആരാ ഭരിച്ചേ? LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ച് മുടിച്ചു. ശരിയല്ലേ? ഈ നിൽക്കുന്ന സ്റ്റാൻഡ് ഇപ്പൊ ഒരു കാറ്റ് അടിച്ച ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഈ പൊടി ഒരു കാറ്റ് അടിച്ച ഈ സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുമോ? പറ നിങ്ങള്. അതുപോലെ എനിക്ക് ഒരു മിനിറ്റ് അവർ പറയട്ടെ. സാറിനോട് ചോദ്യം ചോദിക്കാനുണ്ട്. സാറിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആരോഗ്യമേഖലയ്ക്ക് വലിയ വികസനമാണ് ഇവിടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉണ്ട്, പറഞ്ഞല്ലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ബാത്റൂം ഉപയോഗിക്കണേ കുപ്പി വെള്ളം കൊണ്ടുപോകണം. എനിക്കറിയാതെ നിങ്ങളൊക്കെ പറഞ്ഞു വലിയ വികസനം. എവിടെ വികസനം? ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വികസനം. അതുപോലെ ഈ നിൽക്കുന്ന സ്റ്റാൻഡ് ഞാൻ പറയട്ടെ 5 തവണ കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ പറയാതെ എത്ര വർഷമായി സ്റ്റാൻഡ് നിങ്ങൾ തുടങ്ങിയിട്ട്? ഇവിടെ എന്ത് വന്നെന്ന് പറഞ്ഞാലും